ഇതാണ് അർജുൻ്റെ ഒരു പൊതു ജീവിത രീതി. എനിക്കൊരു കുറേ കാലം മുമ്പ് ആ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ? ഈ ലോറിയിലേക്ക് ഡ്രൈവറായി പോകുന്നത് പ്രാരാബ്ദം കൊണ്ട്, ജീവിതത്തിൻ്റെ പ്രാരാബ്ദമല്ല. ഒറ്റ വരുമാനം ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ വരുമാനം. ഈ കുടുംബം മുഴുവൻ പുലരണം. ഇവനെ കൊണ്ട് ആ ഇപ്പം ഉണ്ടാക്കിയ വീട്, പുതിയതായിട്ടുണ്ടാക്കിയ വീട് അവൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അങ്ങനെ ബാങ്കിൽ ഒരുപാട് കടണ്ട്. ഞാൻ ഉൾപ്പെടെ വർക്ക് ചെയ്യുന്ന, അതായത് എൻ്റെ കൂടെയാണിപ്പോൾ ഈ കൃഷ്ണപ്രിയ, മറ്റേ അർജുൻ്റെ ഭാര്യ വർക്ക് ചെയ്തുകൊണ്ട് ബാങ്കിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് കടണ്ട്. അവൻ്റെ ഒരു സ്വപ്നമായിരുന്നു വീട്. ആ വീടുണ്ടാക്കി ചുറ്റുമതിൽ കെട്ടുന്നതിന് മുമ്പാണ് അവൻ പോയത്. അതിനുശേഷം ചുറ്റുമതിൽ കെട്ടാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു. അതിനുശേഷമാണ് അർജുനെ ഞങ്ങൾക്ക് ഈ പ്രവർത്തനത്തിൽ കിട്ടാതായത്. അതായത് സാമ്പത്തിക പ്രാരാബ്ദങ്ങൾ ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും ഓവർ ടൈം ഡ്യൂട്ടി എടുത്തും അർജുൻ ഇങ്ങനെ വാഹനം ഓടിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ കുടുംബത്തിലെ ഏക വരുമാന മാർഗ്ഗമാണ് മനാഫിൻ്റെ ലോറിയിൽ അദ്ദേഹം പോയി കഴിഞ്ഞാൽ 7-8 ദിവസങ്ങൾ കഴിഞ്ഞാണ് വീട്ടിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ യാത്രാവേളയിൽ തന്നെ അദ്ദേഹം കിടന്നുറങ്ങും, ഭക്ഷണം പാചകം ചെയ്യും. ഇതിന് ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് അങ്ങനെ വളരെ ചില്ലാവുന്നൊരു ക്യാരക്ടറായിരുന്നു അല്ലേ? നല്ല രീതിയിൽ ചില്ലാവുന്ന ക്യാരക്ടറായിരുന്നു. നിങ്ങൾ യാത്രകളൊക്കെ പോയിട്ടുണ്ടോ ഒരുമിച്ച് ഈ ക്ലബ്ബിൽ നിന്നൊക്കെ? ഒരുപക്ഷെ ഞങ്ങൾ പോയിട്ടില്ല, പോയവരുണ്ട്, ഇവിടെ തന്നെ ഉണ്ട് മൂപ്പരുടെ കൂടെ. വേറെ ക്ലബ്ബുള്ള ആൾക്കാരും അതേപോലെ തന്നെ യുവജന സംഘടന രംഗത്തുള്ള ആൾക്കാരും നിരവധി യാത്രകൾ പോയിട്ട് മറ്റ് യുവജന സംഘടനകളിലും പെട്ട ആൾക്കാരുമായിട്ടും അർജുൻ്റെ വലിയ സൗഹൃദമായിരുന്നു. അത് രാഷ്ട്രീയമായിട്ടുള്ള സംഘർഷമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, എല്ലാവരോടും സൗഹൃദമുള്ള വ്യക്തിയാണ്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഒക്കെ ഇവിടെ സ്വതവേ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരുമായിട്ട് നല്ല രീതിക്ക് നല്ല ബന്ധത്തിൽ പോകുന്ന തന്നെയാണ് ഇവിടെ. അർജുനെ കുറിച്ച് അതാണ് എല്ലാവർക്കും പറയാനുള്ളത്. എനിക്കറിയാം, ഞാൻ ഈ മെസ്സേജ് കാണുമ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട്, ഇത് നേരിൽ കാണാത്ത ഒരാൾക്ക് വേണ്ടി ഞാൻ കണ്ണീരൊഴുക്കുന്നത് ഇതാദ്യമാണ് എന്ന് അലീഷ എന്ന് പറയുന്ന ഒരാൾ പറയുന്നുണ്ട്. ഒരുപാട് പേര് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു. വാ ഇരിക്കും. പേരെന്താ? നഹാറും അർജുനുമായിട്ട് വളരെ ക്ലോസ് ആയിരുന്നു അല്ലേ? സാറേ, എന്താ അർജുൻ പോകുമ്പോൾ കണ്ടത്? ലാസ്റ്റ് പോകുന്നതിനൊരു 4 ദിവസം മുമ്പേ പോവാന്ന് പറഞ്ഞ് പോയതാണ്. മറ്റേ തടിയെടുക്കാൻ പോവാണെന്ന് പറഞ്ഞു. ഇവിടെ വന്നാൽ വിളിക്കും, എന്തായാലും കാണും. അവൻ്റെ വന്നാൽ വണ്ടിയിൽ പോയി ഇരിക്കലൊക്കെ ഉണ്ട്. അതേപോലെ ഞാൻ ബസ്സിലാണ് പോലെ, ചിലപ്പോൾ ബസ്സിൻ്റെ അടുത്തേ വരും. ചിലപ്പോൾ വേറെ എന്തെങ്കിലും പോകാണ്ടൊക്കെ ഉണ്ടെങ്കിൽ ബസ് കയറും. ഒരുമിച്ച് യാത്രയൊക്കെ പോയിട്ടുണ്ടോ? എൻ്റെ കൂടെ ഒരേ ട്രിപ്പ് പോയതാണ്. ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് ഇങ്ങനെ പോലും വലിയ ഇഷ്ടമാണെന്ന് കേട്ടു. അതെ, അവന് ഭക്ഷണം സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണോ, ആ ഒരു താല്പര്യക്കാരനാണ്. അപ്പോൾ വണ്ടിയിലുള്ള ഫുൾ സെറ്റപ്പ് ഉണ്ടാവും, പാത്രവും കാര്യങ്ങളും എല്ലാം വണ്ടി തന്നെ ഉണ്ടാവും. വെള്ളത്തിൻ്റെ ക്യാനടക്കം ഫുൾ ടൈം ഫുള്ളായിരിക്കും. അതൊക്കെ ഒന്നിനെ സ്വന്തമായിട്ട് ഉണ്ടായി കഴിച്ചാലും അവനൊരു തൃപ്തി ഉണ്ടാവുള്ളൂ. വീട്ടിൽ അമ്മയും പറഞ്ഞിരുന്നതാണ്, വീട്ടിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഭക്ഷണം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മിക്കവാറും അർജുനായിരിക്കും അടുക്കളയിൽ കയറി ഭക്ഷണം പാചകം ചെയ്യുന്നതെന്നാണ് അമ്മ പറഞ്ഞത്. അത്രമേൽ ആഴത്തിലുള്ളൊരു ഗാഠമായ ബന്ധം വീടുമായും നാടുമായും സൂക്ഷിച്ച നമ്മുടെ പ്രിയപ്പെട്ട അർജുനാണ് ഇപ്പോൾ ചേതനയത്തെ ശരീരമായി വരുന്നത്. ഏറെ സങ്കടകരമായ ഒരു കാര്യം, അർജുനെ അന്ന് കണ്ടതിന് ശേഷം അതേ രൂപത്തിൽ നമുക്കിനി കാണാൻ പറ്റില്ലല്ലോ എന്നാണ് അല്ലേ? വലിയൊരു വിഷമം. ഒരു നോക്ക് കാണാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയി. ശരീരഭാഗങ്ങൾ നമുക്ക് തുറന്നു പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇത് തിരിച്ചെത്തുന്നത് അല്ലേ നഹാർ? അതാണ് ഏറ്റവും വലിയ സങ്കടം. ഇപ്പോൾ ഒന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സങ്കടമാണുള്ളത്. അർജുൻ്റെ ഒരു ഫേസ് എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊരു ഈ പ്രാരാബ്ദങ്ങൾ മുഖത്ത് എപ്പോഴും പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു അർജുൻ്റെ അല്ലേ? പ്രാരാബ്ദങ്ങൾ മുഖത്ത് എപ്പോഴും ഉണ്ടെങ്കിൽ പോലും ആ പ്രാരാബ്ദങ്ങൾക്കിടയിൽ ഊറിക്കൂടിയ ഒരു ചെറിയ പുഞ്ചിരി ആ ചുണ്ടിൻ്റെ കോണിൽ എപ്പോഴും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അർജുൻ്റെ ആ മുഖമാണ് ശരിക്കും നമുക്ക് മിസ് ചെയ്യുന്നത് അല്ലേ? ഒരു പുഞ്ചിരിച്ച മുഖത്തോടെയാണ് എപ്പോഴും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ആഴത്തിൽ നോക്കിയാൽ ആ മനുഷ്യൻ ഒറ്റയ്ക്കൊരു കുടുംബഭാരം, എനിക്ക് നന്നേ ചെറുപ്പത്തിൽ തന്നെ ആ കുടുംബഭാരം ചുമലിലേറ്റേണ്ടി വന്ന ഒരാളാണ് അർജുൻ. അതിനോടൊപ്പം പിന്നെ താൻ പ്രണയിച്ച പെൺകുട്ടിയെ കൂടെ വിളിച്ചുകൊണ്ട് വരേണ്ട സാഹചര്യം, ആ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കുന്നു. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം, സ്വന്തം ഭാര്യയുടെ ഉത്തരവാദിത്വം, ഇതെല്ലാം നന്നേ ചെറുപ്രായത്തിൽ ഏറ്റെടുത്താണ് അർജുൻ മുന്നോട്ട് പോയത്. അപ്പോൾ അർജുനൊക്കെ താങ്ങായി ഈ കുടുംബവും ഈ നാട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ മനസ്സിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ആ കുടുംബത്തിനിപ്പോൾ ഒരു വരുമാനമാർഗ്ഗമെങ്കിലും ആയിരിക്കുന്നത്. കൃഷ്ണയ്ക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാങ്കിലാണ് ജോലി കൊടുത്തിരിക്കുന്നത്. നമ്മളത് റിപ്പോർട്ട് ചെയ്തതാണ്. മന്ത്രി മുഹമ്മദ് റിയാസിനോട് നമ്മൾ നാട്ടുകാർക്ക് വേണ്ടി അപേക്ഷിച്ചതുമാണ്. നമ്മൾ ഇപ്പോൾ വിലാപയാത്ര അനുഗമിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ കല്യാടാണ്. അത് ഇനിയിപ്പം അടുത്ത ജംഗ്ഷൻ എന്ന് പറയുന്നത് പൂതാടിക്കുന്ന് അല്ലേ? പൂളാടിക്കുന്ന്. അപ്പോൾ ഈ പൂളാടിക്കുന്ന് എന്ന പ്രദേശം ഏകദേശം എത്ര ദൂരമുണ്ട് ഇവിടുന്ന് അങ്ങോട്ട്? 15 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഇപ്പോൾ എത്തിച്ചേരും. നമുക്കൊപ്പം അർജുൻ കല്യാടുണ്ട്. പൂളാടിക്കുന്നിൽ നിന്നും സിനോജ് തോമസ് ചേരുന്നുണ്ട്. വീട്ടിൽ നിന്നും സാനിയോ മനോമി നമുക്കൊപ്പമുണ്ട്. കണ്ണാടിക്കൽ ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ VS രഞ്ജിത്തും ഒപ്പം രാകേഷും നമുക്കൊപ്പം ചേരുന്നുണ്ട്. കേരളം ഒന്നാകെ ഈ സ്ക്രീനിന് മുന്നിൽ കാത്തിരുന്ന് തങ്ങളുടെ പ്രിയപ്പെട്ടവന് യാത്രയപ്പ് നൽകുകയാണ്. പക്ഷേ അതിൽ സങ്കടകരമായ ഒരു കാര്യം, എനിക്ക് നമ്മളെയൊക്കെ നിയന്ത്രണം വിട്ടുപോയ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത്, ആ വാഹനം ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോൾ ലോറിയുടെ ക്യാബിനിൽ നിന്നൊരു ലോറിയുടെ കളിപ്പാട്ടം കിട്ടി. ഈ അവൻ്റെ മകന് ഈ കളിപ്പാട്ടത്തോട് വളരെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ അത് ആ കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും പൊട്ടിക്കരഞ്ഞു പോയതാണ്.
മനസ്സലിച്ചൊരു രംഗമായിരുന്നു. വല്ലാത്തൊരു ശരിക്കും മനസ്സലിച്ചൊരു രംഗമായിരുന്നു. അതായത് ആ വണ്ടി മാത്രം സേഫ്, ആ ലോറിക്ക്, ആ കളിപ്പാട്ട ലോറിക്ക് ഒന്നും പറ്റിയിട്ടില്ല അല്ലേ? അർജുൻ്റെ മനസ്സുപോലെ അർജുൻ്റെ മനസ്സുപോലെയാണ് ആ കളിപ്പാട്ടം കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും കരുത് അത് തകരാതെ നിന്ന് മനസ്സിതുവരെ തകരാതെ നിന്ന അർജുൻ ഇപ്പോൾ നമ്മളൊപ്പില്ല. ആ കളിപ്പാട്ടം സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പം ഭാവിയിൽ അതല്ലാതെ മറ്റെന്ത്. വല്ലാത്തൊരു ഓർമ്മയാണ്. ആ മോൻ അവസാനമായിട്ട് എനിക്കൊന്ന് ലാസ്റ്റ് ആൾക്കാരൊക്കെ പോകുന്ന സമയത്ത് അവരിങ്ങനെ ഓടി വന്ന് വാതിക്കലിങ്ങനെ നോക്കും അല്ലേ? വാതിക്കലിങ്ങനെ നോക്കിയിട്ട് ലോറി വന്നോ എന്ന് പറഞ്ഞപ്പോൾ അന്ന് നമുക്ക് മനസ്സിലായി ലോറി ശരിക്കും പറഞ്ഞാൽ അർജുൻ്റെ ലോറി അങ്ങോട്ട് പോകത്തില്ലെന്ന് തോന്നുന്നില്ല, ആ വീട്ടിലേക്കൊന്നും പോവില്ല. ആ ലോറി വരുന്നോ എന്നല്ല, ഈ കളിപ്പാട്ടം വരുന്നോ എന്നാണ് അവൻ ചോദിച്ചിരുന്നതെന്നാണ് പിന്നീടാണ് നമ്മൾ മനസ്സിലായത്. നമ്മൾ വല്ലാതെ ഹൃദയം തകർന്നു പോകുന്നത്. ഞങ്ങൾ തീരെ ഉറങ്ങിയിട്ടില്ല. ഇന്ന് രാവിലെ ഒന്ന് കുളിക്കാൻ വേണ്ടി വീട്ടിലേക്ക് മാത്രം, അപ്പോഴും വളരെ വൈകിട്ടും ഈ കുട്ടി പൂമുഖത്ത് വന്ന് നിൽക്കുമ്പോൾ ആരോ എന്തോ പരിപാടി നടക്കാൻ വേണ്ടി പോകുന്നുണ്ടോ വീട്ടിൽ. കടയിലൊക്കെ ഇപ്പം പറഞ്ഞല്ലോ, ഏറ്റവും ഒടുവിൽ പോകുന്നതിന് മുമ്പും ആ കുഞ്ഞ് കൈ പിടിച്ചാണ് അർജുൻ കടയിൽ പോയി അല്ലേ? മിക്കവാറും പുറത്ത് പോകുന്ന സമയങ്ങളിലെല്ലാം അർജുൻ ഈ കുഞ്ഞിൻ്റെ കൈയും പിടിച്ചു പോയി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. നമ്മൾ വല്ലാതെ വേദനിച്ചു പോകുന്ന മുഖ്യമന്ത്രി നമ്മളോട് പറഞ്ഞെന്താ വെച്ചാൽ ഈ 10-70 ദിവസമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാതെ നിൽക്കാമല്ലോ. ഇതിന് ശേഷം 72-73 ദിവസമല്ലോ. അതിൻ്റെ ഒരു ഇറിറ്റേഷൻ കുട്ടിക്കുണ്ടെന്ന്. ഇവൻ എന്ന് ജോലി കഴിഞ്ഞ് വന്നാലും ഭാര്യയും മകനെയും കൂട്ടി ഒന്നൊരു ഔട്ടിങ് പുറത്തു പോകും. ഒന്നുകിൽ ബീച്ചിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകും. ഈ 10-70 ദിവസമായിട്ട് പുറത്തിറങ്ങാത്തൊരു കുട്ടി, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. പ്രേക്ഷകർക്ക് അത് എനിക്കൊന്ന് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഒന്ന് എല്ലാ കുട്ടികൾക്കും, പ്രത്യേകിച്ച് ഈ അച്ഛന്മാരെ ഡ്രൈവറാണെങ്കിൽ വലിയ താല്പര്യമായിരിക്കും വണ്ടികളോട് അല്ലേ? പൊതുവേ ആൺകുട്ടികൾക്ക് വണ്ടികളോട് വലിയ താല്പര്യം ഉണ്ടാവും. വന്നു കഴിഞ്ഞാൽ തന്നെ കുട്ടീനായിട്ട് ഒരു എന്തായാലും ഓൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഓൻ്റെ വണ്ടിൻ്റെ മുമ്പിൽ ഒന്നെങ്കിൽ മോൻ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ലോറി കയറ്റിക്കൊണ്ട് പോകും, ലോറിയിൽ കൊണ്ട് ഇരുത്തുകയോ ചെയ്യും. ലോറി കൊണ്ടിരുത്തും.